അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പിരിയമുളക് എടുത്തിരിക്കുന്ന തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഒരു 10-16 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി എണ്ണത്തിൻ്റെ ഉള്ളിലത്തെ അരിയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് നല്ല ജീരകം, 2 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 കഷ്ണം ഇഞ്ചി രണ്ടാക്കി വെച്ചത്, ഒരു 12 വെളുത്തുള്ളി. നമുക്കിതെല്ലാം കൂടി വിനാഗിരി ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിക്കാം. നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സവാള, 2 വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇതിനകത്ത് അരച്ചിട്ടുള്ളതുകൊണ്ടാണ് കുറേശ്ശെ എടുത്തേക്കുന്നത്. ചട്ടി ചൂടായിട്ട് നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പിടാം കുറച്ച്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് വഴറ്റിയെടുക്കാം. അത് അരപ്പ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇറച്ചിയിടാം. അതിലേക്ക് ഇറച്ചി ഇടുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വേണം ഇത് ചട്ടിയിലായതുകൊണ്ട് വെന്ത് വരാനായിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീ കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വെന്തെടുക്കാം. നമ്മുടെ പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്.